ഡൽഹിയിൽ ഇപ്പോൾ അസാധാരണമായ നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ലോക് കല്യാണിൽ കോൺഗ്രസ് പ്രവർത്തകർ കൂട്ടത്തോടെ ഒരു പ്രതിഷേധവുമായി എത്തുന്ന ഒരു കാഴ്ചയാണ് വൈകുന്നേരം രാജ്യതലസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അടക്കം മന്ത്രി പി.സി. വിഷ്ണുനാഥ് അടക്കമുള്ളവർ, കോൺഗ്രസ് എം.പി ഡീൻ കുര്യാക്കോസ് അടക്കമുള്ളവർ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ എത്തി വലിയൊരു പ്രതിഷേധം തന്നെ നടത്തിയിരുന്നു. രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയുമാണ് ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത്. ആദ്യമേ തന്നെ ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കണ്ട എന്നൊരു നിർദ്ദേശം ഡൽഹി പോലീസിന് നിന്നും ഉന്നത ഉദ്യോഗസ്ഥർ ഡൽഹി പോലീസിന് നൽകിയിരുന്നു. അതുകൊണ്ടാണ് പ്രവർത്തകരോട് പിരിഞ്ഞു പോകണമെന്ന് ഒരു നിർദ്ദേശം, അല്ലെങ്കിൽ പിരിഞ്ഞു പോകാനായിട്ട് ഡൽഹി പോലീസിലെ DCP അടക്കമുള്ളവർ, കമ്മീഷണർ അടക്കമുള്ളവർ രാഹുൽ ഗാന്ധിയോടും പ്രിയങ്ക ഗാന്ധിയോടും മല്ലികാർജ്ജുന ഖാർഗെയോടും ഒക്കെ സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ അവർ പിരിഞ്ഞു പോകില്ല എന്ന ഒരു തീരുമാനത്തിലേക്കാണ് ഉറച്ചു നിന്നത്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെയും രാജി, ഇത് മൂന്നും അംഗീകരിച്ചാൽ മാത്രമേ നമ്മൾ പിരിഞ്ഞു പോകൂ എന്നുള്ള ഒരു കടുത്ത നിലപാടിലായിരുന്നു രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും നിന്നത്. പക്ഷേ ഈ സമരം വലിയ രീതിയിലേക്ക് പോകും, അതായത് നാളെയും പോകും, അതായത് രാത്രി ഉടനീളം നിൽക്കും. അത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോകും, അതായത് വലിയൊരു സുരക്ഷാ പ്രശ്നത്തിലേക്ക് പോകുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടും അതോടൊപ്പം തന്നെ SPG അടക്കമുള്ളവർക്ക് ഒരു നിർദ്ദേശം ലഭിച്ചിരുന്നു. അതായത് ഏത് തരത്തിലേക്കും എന്തും ഒരു പ്രശ്നം, ഒരു കലാപത്തിന്റെ ഒരു രീതിയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ കൂട്ടത്തോടെ എത്തി നിൽക്കുന്നു എന്ന ഒരു നീക്കം, അതാണ് ഇവിടെ ഡൽഹിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കടുത്ത നടപടികളിലേക്ക് കടക്കാനായിട്ട് ഡൽഹി പോലീസ് ഒരു തീരുമാനമെടുത്തിരുന്നു. കാരണം പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ലോക് കല്യാണിൽ ഒരു 3 മണിക്കൂറോളമൊക്കെ ഇങ്ങനെ പ്രതിഷേധം നടക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ വീഴ്ചയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അത് ഇന്റലിജൻസ് വൃത്തങ്ങൾക്കടക്കം, അതായത് IB-ക്കടക്കം, സെൻട്രൽ IB-ക്കടക്കം വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നു, SPG-ക്കടക്കം വലിയൊരു സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നു എന്ന് വേണം ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ 3 മണിക്കൂറോളമായി പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ സമരം കോൺഗ്രസ് ഇപ്പോൾ നടത്തുന്നു. അത് രാത്രിയോളം തന്നെ അത് നീണ്ടുപോകാനുള്ള സമ്മതിക്കില്ല, അതിനുള്ള അനുവാദം ഡൽഹി പോലീസ് നൽകില്ല. അതുകൊണ്ട് തന്നെ കടുത്ത നടപടിയിലേക്ക്, കർശനമായ ഒരു നടപടിയിലേക്ക് ഡൽഹി പോലീസ് കടന്നിരിക്കുന്നു. അതായത് പ്രവർത്തകരെ അടക്കം അറസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു നീക്കം, അതായത് കോൺഗ്രസ് MPമാരെയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ളവരെ, പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക് ഉണ്ടാകുന്നു. അതായത് കോൺഗ്രസ് MPമാരോട് മര്യാദയ്ക്ക് ചെന്ന് വണ്ടിയിൽ കയറാൻ പറഞ്ഞപ്പോൾ, പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവരുടെ കുത്തിരി പിടിച്ച് വലിച്ചടിച്ചുകൊണ്ട് അവരുടെ പോലീസ് വാഹനത്തിലേക്ക് കിട്ടുന്നത് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കൂട്ട അറസ്റ്റ് തന്നെ ഇപ്പോൾ നടക്കുന്നു. അതായത് മിനിറ്റുകൾക്കുള്ളിൽ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ പൂർണ്ണമായി ക്ലിയർ ആയിരിക്കണമെന്നൊരു കടുത്ത നിർദ്ദേശം ഉണ്ടാവുന്നു. കൂടാതെ ഭരണ കേന്ദ്രങ്ങളിൽ നിന്നടക്കം, അതായത് BJP-യിലെ മറ്റു മന്ത്രിമാരടക്കം എന്തുകൊണ്ട് ഒരു പോലീസ് ആക്ഷൻ ഇവിടെ ഉണ്ടാവുന്നില്ല എന്നുള്ള ഒരു ചോദ്യം ഉയർന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി തന്നെ ഒരു പോലീസിന്റെ ഒരു നടപടി കർശനമായി തന്നെ പ്രവർത്തകരെ ഉടനീളം, അത് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും എല്ലാവരെയും അറസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക് ഇപ്പോൾ ഡൽഹി പോലീസ് കടന്നിരിക്കുന്നുവെന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ പോലീസ് അതൊന്നും തന്നെ ഇപ്പോൾ മുഖവിലേക്ക് എടുക്കുന്നില്ല. കൂടാതെ അർദ്ധസൈനിക വിഭാഗങ്ങളടക്കം ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുമ്പാകെ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷയ്ക്കായി കൂടുതൽ ഫോഴ്സിനെ ഓരോ മിനിറ്റ് വെച്ച് ഡൽഹി പോലീസ് അവിടെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പാകെ ഇറക്കുന്നുണ്ട്. കൂടാതെ SPG-യും ഇപ്പോൾ ഒരു സുരക്ഷാ അവലോകനം ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ നടത്തുമെന്നാണ് ഡൽഹിയിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ. കൂടാതെ ഈ വൈകുന്നേരമായപ്പോഴാണ് ഈ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുമ്പാകെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമായി കോൺഗ്രസ് എത്തിയത്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതല കൂടിയുള്ള കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പ്രതിഷേധ സ്ഥലത്ത് നേരിട്ടെത്തി രാഹുൽ ഗാന്ധിയുമായി ഒരു ചർച്ച നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം എത്തിയ ജിതേന്ദ്ര സിംഗ് മുന്നോട്ട് വെച്ച അന്യ നീക്കം കോൺഗ്രസും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയും തള്ളിക്കളയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. അതായത് കേന്ദ്രവുമായി ചർച്ച തുടങ്ങാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാടിലേക്കാണ് കോൺഗ്രസ് എത്തുന്നത്. പക്ഷേ ഈ പ്രശ്നങ്ങൾ, അതായത് നീറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊന്നും തന്നെ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ പാർലമെന്റിലേക്ക് ഉന്നയിക്കുന്നില്ല. അത് എന്തുകൊണ്ട് എന്ന് തിരിച്ച് മന്ത്രിമാരടക്കമുള്ളവർ ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിലൊന്നും തന്നെ രാഹുൽ ഗാന്ധിക്ക് ഉത്തരമില്ല. നീറ്റ് വിഷയങ്ങളെല്ലാം തന്നെ പുറത്ത് മാത്രമാണ് ഇവർ ചർച്ച നടത്തുന്നതും പുറത്ത് മാത്രമാണ് ഇവർ ഒരു പ്രക്ഷോഭത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സംഘർഷത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സമരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ പ്രശ്നം, ഇതിന്റെ പിന്നിൽ ആരൊക്കെയോ ഒരു ഗൂഢ നീക്കം അല്ലെങ്കിൽ ഗൂഢ ലക്ഷ്യമുണ്ട് എന്നത് ആദ്യമേ തന്നെ ഒരു സംശയം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധം ശക്തമായതോടുകൂടിയാണ് ദില്ലി പോലീസ് ശക്തമായ ഒരു നീക്കത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത്. കേന്ദ്ര സേനയടക്കം സ്ഥലത്തെത്തിയെങ്കിലും ഇതുവരെ നേരിട്ട് കേന്ദ്ര സേന ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേന്ദ്ര സേന അവിടെ നില ഉറപ്പിച്ചിട്ടുണ്ട്. അതായത് ലാത്തി ചാർജിന് വേണ്ടിയുള്ള, അതോടൊപ്പം തന്നെ ഷീൽഡ് ഉൾപ്പെടെയായിട്ട് കേന്ദ്ര സേന അവിടെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുമ്പാകെ നില ഉറപ്പിച്ചിട്ടുണ്ടെങ്കിലും ഡൽഹി പോലീസാണ് ഇപ്പോൾ പ്രവർത്തകരെ എല്ലാം തന്നെ അറസ്റ്റ് ചെയ്ത് നിൽക്കുന്നത്. കേന്ദ്ര സേന ഇപ്പോൾ അവരുടെ ഒരു ആക്ഷനിലേക്ക് കേന്ദ്ര സേന കടന്നിട്ടില്ല, ഒരു നടപടിയിലേക്ക് കേന്ദ്ര സേന കടന്നിട്ടില്ല എന്നതാണ് ഏറ്റവും
പ്രധാനപ്പെട്ട കാര്യം. രാഹുൽ ഗാന്ധിക്കൊപ്പം കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയും അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയും വി ഡി സതീശനെ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള, അതായത് കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ഉൾപ്പെടെയുള്ളവരെയും കെ സി വേണുഗോപാലിനെയൊക്കെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്ക് ഡൽഹി പോലീസ് കടന്നിരിക്കുന്നു. അതായത് മണിക്കൂറുകൾക്കുള്ളിൽ, അതായത് മിനിറ്റുകൾക്കുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വസതി പൂർണ്ണമായും സുരക്ഷ കൂടുതലായിട്ട്, അതായത് ഒരു ത്രിതല സുരക്ഷാ സംവിധാനത്തിലേക്ക് എത്തണം. അതുകൊണ്ട് തന്നെ അവിടെ സമരക്കാരെ മൊത്തത്തിൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അവിടെ ഓടിപ്പിച്ച് റോഡ് ക്ലിയർ ചെയ്യണം. ആ വസതിയിൽ ഒരു തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിന്റെ ഒരു ഒച്ച പോലും ഒന്ന് ഇറമ്പാൻ പോലും പാടില്ല എന്നത് കൃത്യമായ ഒരു നിർദ്ദേശം ഡൽഹി പോലീസിന് ഉന്നത തലങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പോലീസിന്റെ വാഹനങ്ങൾ എത്തുന്നു, ഇടിവണ്ടികൾ എത്തുന്നു, കോൺഗ്രസ് പ്രവർത്തകരടക്കം വലിച്ചടിച്ച് വണ്ടിയിലേക്ക് കയറ്റിക്കൊണ്ടു പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. നാളെയും ഇതിന്റെ പേരുമായി ബന്ധപ്പെട്ടൊരു വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു സംഘർഷ സാധ്യത ഡൽഹിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല.